വെൽക്കം ടു പി എസ് സി ഡ്രീമേഴ്സ്. എല്ലാവർക്കും പി എസ് സി ഡ്രീമേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങളാണ് നോക്കുന്നത്. വരാൻ പോകുന്ന പി എസ് സി പരീക്ഷകൾക്കെല്ലാം ആവശ്യമായ എല്ലാ ഡീറ്റെയിൽസും ഇതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ആദ്യം അദ്ദേഹത്തിൻ്റെ ജനനം ഇന്ത്യ വിഭജനത്തിന് മുൻപ് ഇപ്പോഴത്തെ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ഗായയിൽ 1932 സെപ്റ്റംബർ 26 അദ്ദേഹം ജനിച്ചത്. നമുക്കറിയാം അദ്ദേഹം മരിച്ചത് 2024 ഡിസംബർ 26 അദ്ദേഹം ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്നു. 2004 മുതൽ 2014 വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. ഇത് 13ാമത്തെയും 14ാമത്തെയും പ്രധാനമന്ത്രിയാണ്. ഇപ്പം എത്രാമത്തെ പ്രധാനമന്ത്രിയാണ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ ഇന്ത്യയുടെ 13ാമത്തെയും 14ാമത്തെയും പ്രധാനമന്ത്രിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. അദ്ദേഹത്തിൻ്റെ കാലയളവ് 2004 മുതൽ 2014 വരെയാണ് പ്രധാനമന്ത്രിയായിരുന്നത്. അടുത്തത് 4ാമതായി ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. അപ്പം ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, നരേന്ദ്രമോദി, അതിനുശേഷം ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. അടുത്തത് 15ാമത് റിസർവ് ബാങ്ക് ഗവർണറായിരുന്നു അദ്ദേഹം. നമുക്കറിയാം അദ്ദേഹം റിസർവ് ബാങ്ക് ഗവർണർ ആയതിനു ശേഷമാണ് പ്രധാനമന്ത്രിയായത്. അപ്പം 15ാമത്തെ റിസർവ് ബാങ്ക് ഗവർണറാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. അദ്ദേഹത്തിന് പത്മവിഭൂഷൺ നൽകി രാജ്യം ആദരിച്ചത് 1987 അപ്പം അദ്ദേഹം ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്നു. 2004 മുതൽ 2014 വരെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു. ഇന്ത്യയുടെ 13ാമത്തെയും 14ാമത്തെയും പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം. 4ാമതായി ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് അദ്ദേഹം. 15ാമത് റിസർവ് ബാങ്ക് ഗവർണറായിരുന്നു. അദ്ദേഹത്തിന് പത്മവിഭൂഷൺ കിട്ടിയത് 1987 അദ്ദേഹത്തിൻ്റെ പദവികൾ ഏതൊക്കെയായിരുന്നു നോക്കാം. വിദേശ വ്യാപാര മന്ത്രാലയത്തിൻ്റെ സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്നു. കൂടാതെ ധനകാര്യ മന്ത്രാലയത്തിൻ്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ്. പിന്നെ നമുക്കറിയാം 1982 മുതൽ 1985 വരെ RBI ഗവർണറായിരുന്നു. അദ്ദേഹം ഗവർണർ ആകുന്നതിന് മുൻപേ RBI ഡയറക്ടറായും പ്രവർത്തിച്ചിട്ടുണ്ട്. 1985 മുതൽ 1987 വരെ ആസൂത്രണ കമ്മീഷൻ്റെ ഉപാധ്യക്ഷനായി പ്രവർത്തിച്ചിട്ടുണ്ട്. കൂടാതെ 1990 മുതൽ 1991 വരെ പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്നു. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ചെയർമാനായിരുന്നു. PV നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു ധനകാര്യമന്ത്രി. അതുകൂടാതെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയായിരുന്നു. കൂടാതെ 1998 മുതൽ 2004 വരെ രാജ്യസഭാ പ്രതിപക്ഷ നേതാവായിരുന്നു അദ്ദേഹം. അതിനുശേഷം 2004 മുതൽ 2014 വരെ നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്നു. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പദവികൾ. ഇത് കൂടാതെ കുറേ പദവികളുണ്ട്. ഇത്രയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ കുറേ ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ്, അദ്ദേഹം പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അദ്ദേഹം പ്രധാനമന്ത്രി ആയിരുന്ന സമയത്താണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത്, വിവരാവകാശ നിയമം നിലവിൽ വന്നത്, നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ തുടങ്ങിയത്. കൂടാതെ അദ്ദേഹമാണ് ഉദാരവൽക്കരണത്തിന് തുടക്കം കുറിച്ചത്. പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നതും ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. അപ്പോൾ ഇത്രയും അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് ആണ്. അപ്പോൾ ഇതെന്തായാലും പഠിക്കുക. അടുത്തത് അദ്ദേഹവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ബുക്സിൻ്റെ പേരാണ്. എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യുക. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് വന്നാൽ ജസ്റ്റ് ഒന്ന് വായിച്ച് വയ്ക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എല്ലാവർക്കും വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.